നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രായഭേദമന്യേ പലരെയും അലട്ടുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് സൈനസൈറ്റിസ്. സൈനസൈറ്റിസിന്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ENT സർജനായ ഡോക്ടർ നിഖിൽ മാത്യു ആണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരെയും അലട്ടുന്ന ഒന്നാണ് സൈനസൈറ്റിസ്. സൈനസൈറ്റിസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ സൈനസൈറ്റിസ് ഈ പറഞ്ഞ പോലെ പ്രായഭേദമന്യേ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആദ്യമേ തന്നെ സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ തലയോട്ടി അഥവാ നമ്മുടെ സ്കൾ ബോണിലെ ചില എയർ പോക്കറ്റ്സ് ഉണ്ട്. ഒരു 4 ഗ്രൂപ്പായിട്ടുള്ള എയർ പോക്കറ്റ്സ് ഉണ്ട്. ഇതിനെയാണ് സൈനസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനസസിനുള്ള അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കത്തെയാണ് സൈനസൈറ്റിസ് എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി കാരണങ്ങളുണ്ട്. അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പനി ജലദോഷം തന്നെയാണ്. അപ്പോൾ ഒരു പനിയോ ജലദോഷമോ ബാധിക്കുമ്പോൾ അത് നമ്മുടെ മൂക്കിലേക്ക് വ്യാപിക്കുന്നു. ആ മൂക്കിൽ നിന്ന് സൈനസിലേക്ക് പടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാലക്രമേണ അത് സൈനസൈറ്റിസിലേക്ക് മാറുന്നു. ഇത് കൂടാതെ തന്നെ ചില ആളുകളിൽ അനാറ്റമിക്കൽ, അതായത് മൂക്കിൻ്റെ അകത്തുള്ള ഘടനയിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. പാളത്തിന്റെ വളവ്, അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ, സൈനസിൽ നിന്ന് മൂക്കിലേക്ക് ഈ കളക്ഷനുകളെല്ലാം ഡ്രെയിൻ ചെയ്യുന്ന ഒരു വഴിയുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്ന തടസ്സം വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് അലർജിക് റൈനോസൈനസൈറ്റിസ് എന്ന കണ്ടീഷൻ. ചില ആളുകളിൽ റെക്കറന്റ് ആയിട്ട് അലർജി വരുന്നവരിൽ സൈനസിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നീർക്കെട്ട് ഉണ്ടാകുന്നു. പിന്നെ ചില ആളുകൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവരിലാണ് സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. ഇങ്ങനെ നിരന്തരമായ ഇൻഫെക്ഷൻ മൂലം ഇവിടെ സൈനസൈറ്റിസിലേക്ക് വ്യാപിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ കാരണങ്ങൾ സൂചിപ്പിച്ചു. അപ്പൊ അതുപോലെ തന്നെ സൈനസൈറ്റിസ് എത്ര തരമുണ്ട്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം അപകടകരമാണ്? സൈനസൈറ്റിസ് പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അത് പെട്ടെന്നുണ്ടാകുന്ന സൈനസൈറ്റിസ്, അതന്നെ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയും. അതായത് ഒരു 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന സൈനസൈറ്റിസ്, ഇതിനെയാണ് അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് സാധാരണയായിട്ട് നമുക്ക് വരുന്ന പനി, ജലദോഷം, മൂക്കടപ്പ് ഇതിന്റെ ഭാഗമായിട്ട് വരാം. ഇത് ഒരാഴ്ച കൂടുതൽ നിൽക്കുമ്പോൾ അതിൽ അണുബാധ ഉണ്ടാകുന്നു. അങ്ങനെ ബാക്ടീരിയൽ സൈനസൈറ്റിസ് ആകുന്നു. ഇനി 3 ആഴ്ചയിൽ കൂടുതൽ 3 തൊട്ട് 12 ആഴ്ച വരെ നിൽക്കുന്ന സബ് അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയും. 12 ആഴ്ചയിൽ കൂടുതൽ, അതായത് 3 മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന സൈനസൈറ്റിസിനെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നു. അപ്പൊ ഈ ക്രോണിക് സൈനസൈറ്റിസിന്റെ കാരണങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചില ആളുകളിലെ മൂക്കിൻ്റെ അകത്ത് പല ഘടനകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരാം. അതുപോലെ തന്നെ പല ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ, അലർജി, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസ് വരാം. ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് പല്ലിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. അതായത് പല്ലിൽ നിന്നും സൈനസിലേക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സൈനസൈറ്റിസ് പൊതുവായിട്ട് തരം തിരിച്ചിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് ഈ സൈനസൈറ്റിസ് എന്ന ആരോഗ്യ പ്രശ്നത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? അതെ, ഇപ്പൊ സൈനസൈറ്റിസ് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സൈനസൈറ്റിസ് ബാധിച്ച ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കിൽ അടഞ്ഞിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ നമ്മളുടെ മുഖത്ത്, അതായത് ഫേസിൽ വല്ലതും പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നല്ല വേദന, തലവേദന, കൂടാതെ തന്നെ മൂക്കിൽ നിന്ന് പഴുപ്പ് പോലുള്ള ദ്രാവകം വരുന്ന അവസ്ഥ. അത് ചിലപ്പോൾ ഒരു സൈഡിൽ തന്നെ ആകാം. പിന്നീട് സൈനസൈറ്റിസ് നിരന്തരമായിട്ട് നിൽക്കുന്നവരിലാണെങ്കിൽ അത് മണത്തെ ബാധിക്കാറുണ്ട്. അതായത് മണത്തിനുള്ള ആ ശേഷി കുറഞ്ഞു വരുന്നു. ഇതൊക്കെയാണ് സൈനസൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് കൂടാതെ തന്നെ ചില ആളുകളിൽ സൈനസൈറ്റിസ് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അക്യൂട്ട് കേസുകളിലാണെങ്കിൽ സൈനസൈറ്റിസ് വരുമ്പോൾ പനി ഉണ്ടാകാറുണ്ട്. പനി, ബോഡി പെയിൻ, ജലദോഷമൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് സൈനസൈറ്റിസിൽ നിന്ന് ഉറപ്പിക്കുന്നത് നമ്മൾ ലക്ഷണങ്ങളോടൊപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. തുടർന്ന് നടക്കുന്ന പല ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. CT സ്കാൻ ആകാം, എൻഡോസ്കോപ്പി ആകാം. അങ്ങനെ ഇതിലൂടെയാണ് നമ്മൾ കൺഫേം ആക്കുന്നത് സൈനസൈറ്റിസ് ആണെന്ന്. ഡോക്ടർ, ഈ തലവേദന എടുത്തു പറഞ്ഞു. അപ്പോൾ ഈ തലവേദന ഇല്ലാതെയും സൈനസൈറ്റിസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അതെ, തലവേദന ഇല്ലാതെയും സൈനസൈറ്റിസ് വരാം. പ്രത്യേകിച്ച് ക്രോണിക് സൈനസൈറ്റിസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അക്യൂട്ട് സൈനസൈറ്റിസ്, പെട്ടെന്നുണ്ടാകുന്ന സൈനസൈറ്റിസുകളിലാണ് ഈ പറഞ്ഞ തലവേദന, പനി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ചില ആളുകളിൽ ഇത് നീണ്ടു നിൽക്കാറുണ്ട്, മാസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്.
അപ്പൊ ഇങ്ങനെ ആളുകളിൽ തലവേദന വരണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ഇതിന് പകരം മൂക്കിൽ നിന്ന് സ്ഥിരമായിട്ട് പഴുപ്പ് വരുന്ന അവസ്ഥ, അത് ചിലപ്പോൾ മൂക്കിന് മുമ്പശത്തൂടെയോ അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് ചിലവർക്ക് പഴുപ്പ് വരാറുണ്ട്, കഫം തൊണ്ടയിലേക്ക് വരാറുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രോണിക് സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളാണ്. അതുകൂടാതെ തന്നെ മണം, ചിലവർക്ക് കുറെ നാളായിട്ട് നിൽക്കുന്ന ഒരു ദശ, അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ മണം പോകുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ തലവേദന വരണമെന്ന് നിർബന്ധമേ ഇല്ല. ഡോക്ടർ, ഏവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്, ഇതിനൊരു പരിഹാര മാർഗം എന്താണ്? അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാകുന്ന ഒന്നാണോ? സൈനസൈറ്റിസ് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്, നിങ്ങൾ ശരിയായ സമയത്ത് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ. അക്യൂട്ട് സൈനസൈറ്റിസ് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അതായത് ഒരു പനിക്കോ ജലദോഷത്തിനോ ശേഷം ഉണ്ടാകുന്ന സൈനസൈറ്റിസ്, അത് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇത് സാധാരണയായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ സൈനസൈറ്റിസ്, ഈ കേസുകളെല്ലാം തനിയെ മാറുന്നതാണ്. നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാറുള്ളൂ. ഇനി ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന കേസുകളാണെങ്കിൽ അതിൽ അണുബാധ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതും നമ്മൾ ആന്റിബയോട്ടിക് തുടങ്ങിയ ചികിത്സാ മാർഗത്തിലൂടെ തന്നെ ഇതും കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടാവുന്നതാണ്. ഇനി ചില ആളുകളിൽ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന സൈനസൈറ്റിസ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 3 മാസത്തിലേറെ നിൽക്കുന്ന സൈനസൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വരാനുള്ള റീസൺ? അപ്പോൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇമേജിങ് CT വഴിയാകാം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി, ഇങ്ങനെയുള്ള പല ടെസ്റ്റുകളിലൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം ആ കാരണങ്ങൾ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണോ അതോ സർജിക്കൽ മാനേജ്മെന്റ് ആണോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ കൺട്രോളിൽ തന്നെ തീർച്ചയായിട്ടും നിൽക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് സൈനസൈറ്റിസ്. ഡോക്ടർ, അതുപോലെ തന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ്, ഈ ഒരു സാഹചര്യത്തിൽ ആവി കൊള്ളുന്നത് എത്രത്തോളം ഫലപ്രദമാണ്? ആവി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പനി ജലദോഷം അതിന് ശേഷം വരുന്ന സൈനസൈറ്റിസുകളിൽ ആവി കൊള്ളുന്നത് ഒരു സപ്പോർട്ടീവ് മാനേജ്മെന്റ് നിലയിൽ ഫലപ്രദമാണ്. അതായത് മൂക്കിനുള്ളിൽ ഈ സെക്രീഷൻസ്, ഈ ദ്രാവകങ്ങളൊന്നും കെട്ടിക്കിടക്കുന്നതിന്, അത് കെട്ടിക്കിടക്കാതിരിക്കുവാൻ അത് ഒരു പരിധിവരെയൊക്കെ സഹായിക്കും. പക്ഷെ ഈ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലുള്ള സൈനസൈറ്റിസ് ആണെങ്കിൽ ആവി വളരെ അത്ര ഫലപ്രദമാണോന്നില്ല. അപ്പോൾ അക്യൂട്ട് കേസുകളിൽ ആവി ഓക്കെ, അത് ഫലപ്രദമാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സർജറിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സർജറി ആവശ്യമായി വരുന്നത്? സർജറി ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ 3 മാസത്തിലേറെ നിൽക്കുന്ന ആളുകളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ആദ്യമേ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയാണ്, നിരന്തരമായിട്ട് സൈനസൈറ്റിസ് ഉണ്ടാവുന്നു, 3 മാസത്തിലേറെ വിട്ടുവിട്ട് എല്ലാ മാസവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ നോക്കും. ഇത് ആദ്യമേ നമ്മൾ OPDയിൽ വരികയാണെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യും. അതെ, മൂക്കിന്റെ അകത്തുള്ള എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും പാലത്തിനുള്ള വളവോ, ഈ സൈനസിന്റെ അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടോ, തടസ്സമുണ്ടോ, അല്ലെങ്കിൽ ദശ പോലുള്ള അവസ്ഥയുണ്ട്, ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഫർദർ ഇവാലുവേഷനായിട്ട് നമ്മൾ CT സ്കാൻ മുതലായ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ വ്യക്തിക്ക് സൈനസിന്റെ സർജറി ആവശ്യമാണോ എന്നത്. അപ്പോൾ ഈ CTയിലും എൻഡോസ്കോപ്പിയിലും ഈ ദശ അല്ലെങ്കിൽ തടസ്സം, സൈനസിന് ഡ്രെയിനേജിന് ഉണ്ടാകുന്ന എന്തെങ്കിലും തടസ്സം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സർജറി ആവശ്യമാണ്. അങ്ങനെ സർജറിക്ക് ശേഷം, ഈ സർജറി മാത്രമല്ല എന്നുള്ള ട്രീറ്റ്മെന്റ്, സർജറിക്ക് ശേഷം നമ്മൾ പോസ്റ്റ് ഓപ്പറേഷന് ശേഷം മെഡിക്കൽ മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയാണ്, ഈ അവസ്ഥകളിലാണ് അപ്പോൾ സൈനസൈറ്റിസിന് സർജറി വേണ്ടി വരുന്നത്. ഇപ്പോൾ സർജറിയുടെ ഘട്ടങ്ങളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ സർജറിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് എങ്ങനെയായിരിക്കും ഒന്ന് വിശദീകരിക്കാമോ? മെയിനായിട്ട് സൈനസൈറ്റിസിനുള്ള സർജറി എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയും. അതായത് നമ്മളൊരു ക്യാമറയിൽ കൂടെ, ഇതൊന്നും വെളിയിൽ നിന്ന് ചെയ്യുന്നതല്ല, മൂക്കിന്റെ അകത്തൂടെ നമ്മൾ ക്യാമറ ഇട്ടതിന് ശേഷം ഈ സൈനസിൽ നിന്ന് നമ്മുടെ മൂക്കിലോട്ട് വരുന്ന ഡ്രെയിനേജ് ഉണ്ട്, ആ ഏരിയയിലാണ് ഈ പ്രധാന എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ മുമ്പ് തന്നെ നമ്മൾ CT വഴിയും എൻഡോസ്കോപ്പി വഴിയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഈ തടസ്സം നമ്മൾ നീക്കം ചെയ്യുകയാണ് സൈനസൈറ്റിസിൽ കൂടി ചെയ്യുന്നത്. അപ്പം ഇത് ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് CKR പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ CKR പിള്ള, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ. ഹലോ.
സാറേ ഞാൻ ആക്ച്വലി ഹലോ തിരുവനന്തപുരത്തു നിന്നല്ല ചുണക്കരയിൽ നിന്നാണ്. ഹലോ. ഞാൻ ഹലോ ചുണക്കരയിൽ നമസ്കാരം, നിന്നാണ് പറഞ്ഞോളൂ. വിളിക്കുന്നത്. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ, ഹലോ. പറഞ്ഞോളൂ. സാറേ ഞാൻ എന്റെ ഉം, ഹലോ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ ഞാൻ എന്റെ ഉണ്ടല്ലോ വലത്ത് സൈഡിൽ സൈനസ് ഇടയ്ക്കിടയ്ക്ക് പോളം ഉണ്ടാവും, താഴോട്ട് ഒഴുകുമായിരുന്നു. അപ്പൊ അത് വോയിസ് തൊണ്ടയിൽ ബ്രേക്ക് വന്ന് ആവുന്നു. കെട്ടുമായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അതായത് മരുന്ന് ശ്രീ കഴിച്ചൊക്കെ സി കെ ആർ മാറുമായിരുന്നു. പിള്ള ഒരു ദിവസം ടി വിയിൽ ശ്രദ്ധിക്കാതെ ഒന്ന് ക്വസ്റ്റ്യൻ ആവർത്തിക്കാമോ? ഞാൻ ടി വി ശ്രദ്ധിക്കാതാ വിളിക്കുന്നത്. ഓക്കെ, ഹലോ. പറഞ്ഞോളൂ, ഇപ്പം കേൾക്കാം, പറഞ്ഞോളൂ. സാറേ ഞാൻ പറഞ്ഞ എന്റെ വലത്ത് സൈഡിലെ മൂക്കിൽ നിന്ന് താഴോട്ട് ഒഴുകുമായിരുന്നു, തൊണ്ടയിൽ വന്ന് കെട്ടുമായിരുന്നു. അത് ഈ അടുത്ത സമയത്ത് ഒരു ഡോക്ടർ എനിക്ക് ഒരു ഇൻഹേളർ തന്നു കാണിച്ചു കഴിഞ്ഞാൽ എന്റെ ചെസ്റ്റ് എപ്പോഴും ക്ലിയർ ആണ്, പക്ഷെ തൊണ്ടയിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക. ഇടത്ത സൈഡിൽ ചരിഞ്ഞാൽ മിക്കവാറും കിടക്കുന്നു, പക്ഷെ ഇപ്പൊ ഇടത്ത സൈഡ് ചരിഞ്ഞ് കിടന്നാലും ശ്വാസം മുട്ടൽ ഉണ്ടാവുക. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നാണോ? അല്ല, ഹലോ. സൈനസ് വലത്ത് സൈഡിലെ മൂക്കിൽ നിന്ന് താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ഒരു 10-12-15 വർഷമായ കാര്യമായത്. അതെ, അതപ്പോൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ? ഹലോ. ശരി, ആ കോള് നഷ്ടമായെന്നാണ് കരുതുന്നത്. ഡോക്ടർ ക്ലിയർ ആണ്, പക്ഷേ ഉണ്ടല്ലോ ചെസ്റ്റ് ക്ലിയറാ, പക്ഷേ ഈ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക വലത്തെ സൈഡില്. അതുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ വിഷമം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഈ ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് ആദ്യമേ തന്നെ എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ നടത്തുന്നതാണ്. അതായത് മൂക്കിന്റെ അകത്ത് എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ വെച്ച് തീർച്ചയായിട്ടും ഇത് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് കൺഫേം ആകാൻ വേണ്ടി നമ്മൾ ആദ്യം എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ നമ്മൾ ചെയ്യും. അലർജിയോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല സാർ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു, കിടക്കുന്ന രാത്രി ഉറങ്ങാൻ പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടാണ്. അതെ, അപ്പോൾ ചെസ്റ്റ് ക്ലിയറാ, ചെസ്റ്റ് ക്ലിയർ. ഓക്കെ, അപ്പം സൈനസിന്റെ പ്രശ്നം തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ENT ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ നടത്തേണ്ടതാണ്. അതായത് ക്യാമറ ഉപയോഗിച്ച് മൂക്കിന്റെ അകത്ത് നോക്കുന്നതാണ്. അതിനുശേഷം ഡോക്ടർ ഡിസൈഡ് ചെയ്യും എന്ത് വേണം, ഇത് മുന്നോട്ടുള്ള മാർഗം എന്താണ് തീർച്ചയായിട്ടും പറയുന്നതാണ്. അത് ചിലപ്പോൾ ആവശ്യമാണെങ്കിൽ CT സ്കാനും വേണ്ടി വന്നേക്കാം. അതനുസരിച്ച് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സൈനസൈറ്റിസിന്റെ ലക്ഷണം ഈ എൻഡോസ്കോപ്പിക് ഇവാലുവേഷനിലും CTയിലും കറക്റ്റ് ആയിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൺട്രോളബിൾ ആണ്. സാധാരണയായിട്ടുള്ള ഒരു സൈനസൈറ്റിസിന്റെ ലക്ഷണം തന്നെയാണ് ഈ പറയുന്നത്. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ സർജറിയെ കുറിച്ചായിരുന്നു വിശദീകരിച്ചത്. ഡോക്ടർക്ക് തുടരാം. ഓക്കെ, അപ്പോൾ സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജറി മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. അതൊരു മിഥ്യാധാരണയാണ്. എപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് സൈനസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താണ് സൈനസിന് സർജറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈനസിൽ നിന്ന് ഉണ്ടാകുന്ന ഈ തടസ്സം നീക്കുകയാണ് സൈനസൈറ്റിസിന്റെ സർജറി വഴി ഉദ്ദേശിക്കുന്നത്. എപ്പോഴും സർജറിക്ക് ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഇതിനുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് നേസൽ സ്പ്രേ, നേസൽ വാഷ് തുടങ്ങിയവ ഡോക്ടർ പറയുന്നതനുസരിച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സർജറിക്ക് ശേഷം പിന്നെ ഈ മെഡിക്കേഷൻസ് പിന്നെ തുടർന്ന് പോകാറില്ല. അപ്പോൾ അതുമൂലം ഈ പറഞ്ഞ അവസ്ഥ വീണ്ടും. പ്രേക്ഷകൻ ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്ന് പാപ്പച്ചനാണ്. പാപ്പച്ചൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം ഡോക്ടർക്ക് കേൾക്കാമോ? ഹലോ, കേൾക്കാം. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് മൂക്കിൽ കൂടി ശ്വസിക്കുമ്പോ മണം ഒട്ടും കിട്ടുന്നില്ല. കുറച്ച് നാളായിട്ട് ഒട്ടും മണമില്ല. നമുക്ക് മണം ശ്വസിക്കാൻ അറിയുന്നില്ല. ഓക്കെ, മൂക്കടപ്പുണ്ടോ? ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പക്ഷെ സ്മെല്ല് ഒട്ടും എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഒട്ടും സ്മെല്ല് അറിയാൻ പറ്റില്ല. ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ മൂക്കിലൂടെ? ഇല്ല 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 ഇല്ല. അപ്പം മൂക്കിലൂടെ മണം അറിയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൈനസൈറ്റിസിന്റെ പാർട്ടായിട്ടും വരാം. ചില ആളുകളിൽ ദശ ഉണ്ടെങ്കിൽ, മൂക്കിന്റെ അകത്ത് ദശ വരുവാണെങ്കിൽ സൈനസൈറ്റിസ് വരാം. പക്ഷെ അത് മാത്രമല്ല റീസൺ. മൂക്കിലൂടെ മണം അറിയുന്നതിന് വേറെ മുമ്പ് പറഞ്ഞ പോലെ പല ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരാം.
അതും അല്ലെങ്കിൽ തലച്ചോറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറിയോ അതിന്റെ ഭാഗമായിട്ടും ചിലവർക്ക് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് ആദ്യം മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എൻഡോസ്കോപ്പി ഇവാലുവേഷൻ തന്നെ ആദ്യം നടത്തുക. കാരണം മൂക്കിന്റെ ദശ അങ്ങനെയുള്ള അവസ്ഥ പോലെ മൂക്കിന്റെ അകത്ത് ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അങ്ങനെ ഒരെണ്ണം കാണുവാണെങ്കിൽ ഡോക്ടർ പിന്നെ അതിനനുസരിച്ച് സ്കാൻ പറയുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ദശ മൂലമുള്ള അവസ്ഥയാണെങ്കിൽ ഇതൊരു പരിധിവരെ ട്രീറ്റ്മെന്റിലൂടെ തന്നെ അത് തിരിച്ചു വരുന്നതാണ്. ഡോക്ടർ, നേരത്തെ നമ്മൾ സർജറിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ സർജറി കൊണ്ട് ഇത് പൂർണ്ണമായും മാറ്റാനാകുമോ, അല്ലെങ്കിൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതെ, ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചുവല്ലോ, സർജറി ഒരിക്കലും ഒരു പൂർണ്ണ പരിഹാരമല്ല. കാരണം സൈനസൈറ്റിസ്, നമ്മുടെ സർജറിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സൈനസിന്റെ ഈ ഉണ്ടാവുന്ന തടസ്സം നീക്കം ചെയ്യുക മാത്രമാണ്. ഇപ്പോൾ ദശയുള്ള ആളുകളിൽ സൈനസൈറ്റിസ് ലോങ് സ്റ്റാൻഡ് കുറെ നാളുകളായിട്ട് നിൽക്കുന്നവരിൽ ദശ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. മൂക്കിലെ ദശ, അത് പോളിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നവരിൽ മൂക്കടപ്പ്, മണം അറിയാത്ത അവസ്ഥ, റെക്കറന്റ് ആയിട്ട് സൈനസൈറ്റിസ്, ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സർജറി ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ദശയെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം സൈനസുകളെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് സൈനസിലോട്ടുള്ള തടസ്സമെല്ലാം ക്ലിയർ ചെയ്ത് അതിന്റെ ഫംഗ്ഷൻ മാക്സിമം പ്രിസർവ് ചെയ്യുക. ഇതാണ് ഈ സൈനസിന്റെ ഉദ്ദേശം. അത് നേരത്തെ ഇരുന്ന അതേ അവസ്ഥയിൽ പ്രവർത്തിക്കുക. പക്ഷേ ഇതൊരു ഈ നീർക്കെട്ട് വീണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും സർജറിക്ക് ശേഷം നമ്മൾ പേഷ്യന്റിന് ഈ സിംറ്റത്തിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ അല്ലെങ്കിൽ നേസൽ വാഷസ് തുടങ്ങിയവ നമ്മൾ പറയാറുണ്ട്. ഇത് ചില ആളുകളിൽ ലോങ് സ്റ്റാൻഡിങ്, നമ്മൾ ഡയബറ്റിക്സിനൊക്കെ എങ്ങനെ മരുന്ന് കഴിക്കുന്നുവോ അതുപോലെ തന്നെ അത് വർഷങ്ങളോളം അത് ഉപയോഗിക്കേണ്ടതിനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഒരിക്കലും സർജറി കാരണം ഇത് മാറുമെന്ന് ചോദിച്ചാൽ അങ്ങനെ മാറില്ല. അതിനുശേഷം ഈ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്ന് മോഹനാണ്. ശ്രീ മോഹനൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. എനിക്ക് 2 ചോദ്യങ്ങളാണ്. ഈ സൈനസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, എന്റെ ലൊക്കേഷൻ എവിടെയാണ്? അടുത്ത ചോദ്യം, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, സൈനസൈറ്റിസ് നമ്മുടെ സ്കൾബോണിൽ, നമ്മുടെ തലയോട്ടിയിൽ മെയിനായിട്ട് 4 തരം സൈനസുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മാക്സിലറി സൈനസ് എന്ന് പറയും. നമ്മളുടെ കവിൾ, അതായത് ഈ ചീക്ക് ബോൺസ്, ഇതിന് പിന്നിലായിട്ടാണ് മാക്സിലറി സൈനസ് എന്ന് പറഞ്ഞ സൈനസുകൾ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തത് മൂക്കിന്റെ ഭാഗത്തായിട്ട് എത്മോഡൽ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് സൈനസൈറ്റിസ് ഉണ്ട്. മൂക്കിന് പുറവശത്തായിട്ട് സ്ഫിനോയിഡ് സൈനസ് എന്ന് പറഞ്ഞ ഒരു സൈനസുകളുണ്ട്. ഇനി അവസാനമായിട്ട് നെറ്റിയുടെ ഭാഗത്തായിട്ട് ഇവിടെ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയും, അവിടെ 2 എയർ പോക്കറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് സൈനസുകൾ, ഈ ഗ്രൂപ്പ് ഓഫ് സൈനസുകൾ എന്ന് പറയുന്നു. ഇനി ഈ സൈനസുകളുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത്, നമ്മളെ പഠിത്തം സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്കൾ ബോണിന്റെ വെയിറ്റ് കുറയ്ക്കാനും നമ്മളുടെ സൗണ്ടിനും, അതായത് ബ്രീത്തിങ് എയറിനൊക്കെ ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യാനും ഒക്കെയാണ് ഈ സൈനസുകൾ ഉപകരിക്കുന്നത് എന്നാണ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോർമലി ഈ സൈനസിൽ ഉണ്ടാകുന്ന മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ട്. നമ്മൾ നോർമലായിട്ട് പല പല ദ്രാവങ്ങൾ അതിൽ മ്യൂക്കസ് രൂപപ്പെടുന്നു. ഇത് നമ്മളുടെ മൂക്കിലേക്ക് ഡ്രെയിൻ ചെയ്യപ്പെടുന്നു, മൂക്കിലോട്ട് ഒഴുകി വരുന്നു. ഇതാണ് നോർമലായിട്ട് ഒരു വ്യക്തിയുടെ സൈനസിൽ നിന്ന് നടക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഇവയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തടസ്സം ഈ പ്രക്രിയയ്ക്ക്, ഇപ്പോൾ സൈനസിൽ നിന്ന് മൂക്കിലോട്ട് വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക്, അത് പല കാരണങ്ങളുണ്ടാകാം. മൂക്കിന്റെ പാലത്തിന്റെ വളവ്, ദശ, റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മൂക്കിന്റെ അകത്തുണ്ടാകുന്ന ചേഞ്ചസ്, അത് കാരണം അവിടെ ഒരു തടസ്സം വരാം, നീര് വന്ന് തടസ്സം വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സെക്രീഷൻസ്, ഈ ദ്രാവങ്ങളെല്ലാം കെട്ടിക്കിടക്കും സൈനസിന്റെ അകത്ത്. അത് കുറെ നാൾ കഴിയുമ്പോൾ അവിടെ അണുബാധ ഉണ്ടാകുന്നു. അപ്പോൾ അത് ബാക്ടീരിയൽ സൈനസൈറ്റിസ് ആകുന്നു. അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ജലദോഷം കാരണം വരാം, അത് കുറെ നാൾ കഴിയുമ്പോൾ അണുബാധയാകുന്നു. അതുകൂടാതെ തന്നെ അലർജി കാരണം വരാം. പിന്നെ പലരുടെ അനാറ്റമിക്കൽ, ഞാൻ ഇതെല്ലാം മുമ്പ് സൂചിപ്പിച്ചിരുന്നു, അനാറ്റമിക്കൽ വേരിയേഷൻസ്, തടസ്സം, പാലത്തിന്റെ തടസ്സം, ദശ, അങ്ങനെ പല തടസ്സങ്ങൾ കാരണവും ഇത് വരാം. ഇനി ചില ആളുകൾ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ പല്ലിൽ നിന്നുള്ള, കവിളിന്റെ ഭാഗത്താണെങ്കിൽ തൊട്ട് താഴെയാണ് പല്ലിരിക്കുന്നത്, അപ്പം പല്ലിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അങ്ങോട്ട് പടരാം. അല്ലെങ്കിൽ ചെവിയിൽ നിന്നോ തൊട്ട് പരിസരത്തുള്ള ചെവിയിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻ സൈനസിലോട്ട് പടരാം. അതുപോലെ തന്നെ ടോൺസിൽ നിന്നുള്ള ഇൻഫെക്ഷൻ സൈനസിലോട്ട് പടരാം, വായക്കകത്തുള്ള ടോൺസിൽ. ഇനി കുട്ടികൾ സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ് അഡിനോയിഡ് എന്ന് പറയുന്ന ദശ. മൂക്കിന്റെ പുറവശത്ത് അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു ദശയുണ്ട്.
ഈ ദശയിൽ നിന്നും സൈനസൈറ്റിസ് കുട്ടികളിലും ഉണ്ടാകാറുണ്ട്. ഇനി ചില ആളുകൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകളിൽ വേറൊരു കാറ്റഗറി ഓഫ് സൈനസൈറ്റിസ് ഉണ്ട്, ഫംഗൽ സൈനസൈറ്റിസ് എന്ന് പറയും. അതായത് സൈനസുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി അവിടെ സൈനസൈറ്റിസ് രൂപപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. സൈനസൈറ്റിസിന്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ENT സർജനായ ഡോക്ടർ നിഖിൽ മാത്യു ആണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു.